പെങ്ങളെ മക്കളെ ബണ്ടാറും ചൊന്നിട്ടാകുമ്പോ നിന്റെ മുഖ ഇഞ്ചി കടിച്ച കുരങ്ങര പോലെ ആവണ്ടമാ അല്ല നല്ല ഹാപ്പി ആവണ്ടമാ. മാഷാ അല്ലാ പെങ്ങ വേണ്ടാളി അല്ലാ എൻ്റെ ഉമ്മറ വയത്തിൽ കിടന്നോളൂ. മാഷാ അല്ലാ മക്ക കിടാക്ക കുഞ്ഞെല്ലുണ്ട്. മാഷാ അല്ലാ ഇണ്ട് വേണ്ടാള് ആട്ട അൽഹംദുലില്ലാ. വന്നേ നീ വാടക എത്തിയ ബുട്ടെ നീ ബുട്ടെ അവിടെ ബുട്ടെ ഇങ്ങനെ കേക്കടമാ അല്ല ഉൾക്ക പോയിട്ട് പെഞ്ഞാരോട്ടെ അവ വേണ്ടാലൂല ഷാവു അപ്പൊ ഓളു അതിൻ്റെ അപ്പുറത്തത് ഞാൻ നല്ല വന്നിട്ട് പോയോ പടം വേണ്ട ഉണ്ടാ. പിന്നൊന്നുണ്ടോ അങ്ങനെ അങ്ങ് ചിന്തിക്കൊരു കാരണമുണ്ടോ? ഈ വന്ന പെങ്ങന്മാരും അങ്ങനെ മക്കളും അങ്ങനത്തെ വന്നിട്ട് ഇവിടെ എല്ലാം തച്ച് പിടിച്ച് പൊളിച്ചിട്ട് എല്ലാം പോയാറാ 38,000 രൂപന്റെ ടിവിയും ബർബാദ്. യേശു അങ്ങനെ റിമോട്ട് ഇത്ര പോന്നിട്ടാണ്ടായി റിമോട്ട് ഔത്രോളുക എന്തോ ആയിട്ടില്ല. ഇന്നലെ പെങ്ങളെ മോൻ വന്നിട്ട് ഞെക്കിട്ട് AC എല്ലാം ഓസിക്ക് പോയി. പിന്നെ നിങ്ങളെ മുഖം എന്തില്ലെങ്കിൽ അത്ഭുത അങ്ങനെ ആവുതീരാ ഔത്ത് പറമ്പത്തേക്ക് ചൊന്നു കൊടുക്കണം മക്കളോട്ടാ. അത് ഞങ്ങക്ക് ബിസപ്പാട് കുറഞ്ഞിട്ടല്ല. ചില പെങ്ങന്മാരെല്ലാം അങ്ങനെ വിചാരിച്ചിട്ടോ ഓണ്ട ഒത്തുക്ക് അങ്ങനെ പോണ്ടേ ഓണ്ട ഒത്തുക്ക് പോയിന്റെ ഓണ്ട മുഖം ഇത്ര ബീങ്ങറതല്ല നിങ്ങൾ ബീങ് പാട്ടറോ. അപ്പൊ ഒരാളോട് പേരോൾ ചൊല്ലിട്ട് വന്നിട്ടാ ഇങ്ങനമേ ചൊല്ലണോ എന്താ അയാൾക്ക് നല്ല അനുഭവം ഉണ്ട്. വന്നിട്ട് എല്ലാം പൊളിച്ചിട്ട് പോയിരോ സോപ്പ് സെറ്റ് അടക്കം പോയിരും കാളെ പൊളിച്ചത്. അത് കൂടുമ്പോ ഇമ്പല്ല. കൂടുമ്പോ നല്ല പിരിസപ്പാട് കൂടുന്നവരാണ് കുടുംബം. ഒരുമപ്പാട് കൂടേണ്ടവരാണ് കുടുംബം. പരസ്പരം അറിഞ്ഞിട്ട് ജീവിക്കേണ്ടവരാണ് കുടുംബം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം ഷഫീഉൽ വറാ റസൂലുള്ളാഹി ഷഫീഉൽ വറാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ് ലാ യദ്ഖുലുൽ ജന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരിക്കലും കടക്കല. എത്ര നിസ്കരിച്ചവനായെങ്കിലോ ഡബിളാജിയല്ല ത്രിബിളാജിയായിട്ട് ഹജ്ജ് ചെയ്തവനായെങ്കിലോ നിസ്കാരത്തിന്റെ കലാബല ബൊമ്പ് തൊട്ട പോലെ നെറ്റിയിലുണ്ടെങ്കിലോ ലാ യദ്ഖുലുൽ ജന്ന അവൻ സ്വർഗ്ഗത്തിൽ കടക്കല. ആര് കൊണ്ടുണ്ട ഖാതിഉ റഹീം കുടുംബബന്ധം മുറിച്ചോണോ. കുടുംബക്കാരുടെ അർസത്തിൽ കളിയറോണം. എളാപറൊട്ടമുണ്ടില്ല അളിയന്മാരെ കണ്ണെടുത്തിട്ട് കണ്ടങ്ങാവല. മർമോളൊട്ടമുണ്ടില്ല മർമോൾക്ക് അമ്മായും ചൊന്നെങ്കിൽ ഭയങ്കര അർസ. അങ്ങനെ അർസത്തിൽ കഴിയുന്നവരാണെങ്കിൽ പിരിസപ്പാടില്ലാതെ കഴിയുന്നവരാണെങ്കിൽ കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ കേട്ടോ നിങ്ങൾ ദുവാരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കുടുംബം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാ. പണ്ട് ഞങ്ങളെ ബോബ അബ്ബമാരോട് വയസ്സന്മാരുള്ളവരല്ലേ ഹിരിയന്മാരുള്ളവരല്ലേ യാ റഹ്മാൻ ആ ചെറിയ പൊരല് എത്ര ആൾമാർ ഇന്നത്തെ പോലത്തെ കട്ടിൽ കിടക്കുണ്ടാ. ഇപ്പത്തെ കട്ടിൽ കണ്ടെങ്കില സ്വഭയത്തോളം തുള്ളിക്കൊണ്ടിരിക്കറിയില്ല ഇങ്ങനെ ജമ്പടിച്ചോണ്ടിരിക്കും അങ്ങനത്തെ കിടക്കല്ലേ. അതിന്റെ ആഡും അങ്ങനെ വെളിക്ക് തനക്കാ ജംപിങ് നിദ്രയല്ലേ ജംപിങ്. അന്ന് ഞങ്ങളബ്ബ നിലത്ത് ആ മണ്ണ് പുറത്തെ ജാഗല് ചെറിയ പായിട്ടിട്ട് പുല്ലിന്റെ പായ ഇന്നെങ്കിന്ന് ഇല്ലെങ്കില്ല അത് കിടന്നിട്ട് ഉറങ്ങിയാറ്. എത്ര മക്ക പറഞ്ഞുള്ളുക, എത്ര ഏളെ മൂത്ത പറഞ്ഞുള്ളുക, എത്ര മരുമക്ക പറഞ്ഞുള്ളുക, എത്ര റാഹത്ത്, എത്ര നല്ല കുടുംബ, എത്ര നല്ല ചന്ത, എത്ര നല്ല പിരിസപ്പാട്, എത്ര നല്ല ഒരുമപ്പാട്. ഇന്നതുണ്ടാ? ഇന്നതില്ല. കുടുംബ എന്ന ആ ഒരു ചിന്ത നമ്മളൊന്ന് പോയപ്പോ, ആ ഒരു പിരിസപ്പാട് ഞങ്ങളൊന്ന് പോയപ്പോ ഞങ്ങൾക്കുള്ള എല്ലാ റഹ്മത്തും ബർക്കത്തും അല്ലാഹ് എടുത്തു കളഞ്ഞ. എല്ലാം എടുത്ത സത്യത്തില് എല്ലാവരും ഒട്ടേക്ക് ഈ പിരിസപ്പാടിൽ കളിയുമ്പില്ലേ ഈ കുടുംബക്കാരിൽ പിരിസ വേണോ ചൊന്നിട്ടാകുമ്പോ നിങ്ങൾ ഗാബിരിയാവണ്ട. നിങ്ങളെ ഹാർട്ട് താതക്കും കിഡ്നി മീത്തക്കും ആയിരുണ്ട. നിങ്ങളൊട്ട് ഞാൻ ജാഗന്റെ പട്ട കൊണ്ടേറ്റ് കൊടുക്കുന്നു ചൊന്നിട്ടില്ല. എളാബറൊട്ട് പിരിസ വേണോ, മൂത്തമ്മറാട്ട പിരിസ വേണോ, അമ്മായിമാരൊട്ട് പിരിസ വേണോ, മറുമോളിലും നല്ല പിരിസ അമ്മായിക വേണോ, അമ്മായിനെ ഉമ്മാനെ പോലെ പിരിസ വെക്കണോ, മറുമോളു അളിയന്മാരിലും പിരിസം വേണോ എന്ന് ചൊല്ലുമ്പോ നിങ്ങൾ ഗാബിരിയാണ്ട. ഇയാള് ചൊന്നിട്ട് ലാസ്റ്റ് ജാഗന്റെ പട്ടമേ കൊടുക്ക ചൊല്ലാന്ന്. ഇല്ലില്ല അങ്ങനൊന്നും വേണ്ട. ഇനി ഉണ്ടം കൊടു, നിനക്ക് നല്ല മനസ്സുണ്ടം കൊടു, അങ്ങനെ കൊടുത്തങ്ങ് ഉള്ളാറ്. നീ വല്ല ബമ്പന്തോ വേണ്ട അവിടെ. അങ്ങനെ ഇല്ല മനസ്സിൽ വേണ്ട. നീ അവരെ സഹായിക്ക്, കഴിവതുപോലെ സഹായിച്ചോ, ആവതുപോലെ സഹായിച്ചോ, അവരോട് നല്ല പിരിശപ്പാട് കാണിച്ചോ, സൗകര്യം കിട്ടുമ്പോ അവരെ നീ സന്ദർശിച്ചോ, അവർക്ക് വേണ്ടി ദുവാരുന്നോ, അവരെ ഇടക്കിടക്ക് മുലാഖാത്ത് നടത്തിക്കോ, അവർക്ക് സലാം പറഞ്ഞോ. കുടുംബം വന്ന് ചേർക്കുന്ന അങ്ങനെയാണ്. ഞങ്ങൾ റായത്തങ്ങളെല്ലാം അങ്ങലത്തേക്ക് വിളിച്ചെങ്ങും ഇളാവനെ വിളിക്കാല. റബീഉൽ അവ്വലിന്റെ മൗലിദ് എല്ലാരെ വിളിച്ചെങ്ങും പെങ്ങളെ വിളിക്കാല.
റാത്തിവ് പിന്നെ ആൾമാരെ കൊണന്നിട്ട് വലിയ ജഗബുക റാത്തിവാക്കിയെങ്കിലും ഒരു പയ്യ കൊണന്നിട്ട് അറുത്തിട്ട് ഇറച്ചിക്കറിയാക്കിയെങ്കിലും ഞങ്ങ അമ്മായിനെ വിളിക്കാല അല്ലേ? എന്ത് ചൊന്നന്ത്രവന്തണ്ട് അയാള്? അത് വേണ്ട അയാൾ വേണ്ട എന്തൊക്കെ മുഞ്ഞാന്ന് ഒരാൾ അജ്ജിക്ക് പോയി. ഇപ്പല്ല, കഴിഞ്ഞ സീസണിൽ. നിങ്ങൾ ഫോൺ നമ്പർ കേട്ടിട്ടുണ്ടോ ആറത്? അയാളും അജ്ജിക്ക് പോണ്ട മുന്നൂർ റഹ്മാന് പടമൗലുതു. എന്ത് മൗലുതു? പടമൗലുതു. വിളിക്കാത്ത ഉസ്താദുമാരില്ല, തങ്ങന്മാരില്ല, വ്യവസായി, ഉദ്യമി, എല്ലാരും ഉണ്ട്. മൂത്തബ്ബയില്ല. അബ്ബറ മൂത്തോ? അബ്ബൻ ചൊന്നങ്ങാറ് മൂത്ത അബ്ബ, അബ്ബറെ മൂത്തോണ് മൂത്ത അബ്ബ. അയാളില്ല. ഹിന്ദുസ്ഥാൻ മൂത്തായിട്ടില്ല. ജീമത്തിലുണ്ടോ അവിടെ? ഓന്റെ കാട്ടി ഉഷാറിലുണ്ടോ? ആയെങ്കിലും ഹജ്ജിക്ക് പോണ്ട ഈ മനുഷ്യ മൂത്തബ്ബറെ വിളിച്ചിട്ടില്ല. ആരെ കേട്ടാറ്? എല്ലാരും വന്നിട്ടാറ് പോവാ. മാജി MLA, ex MP, വ്യവസായി, ഉദ്യമി, കൈകാരിക തജ്ഞ, എഞ്ചിനീയർ, എല്ലാരും മുത്താലിമീങ്ങ ഉസ്താദുമാരെ ഇതിലൊക്കെ വിളിച്ചോണ്ട് വന്ന് വാനിൽ പോയിട്ട് ദൂരത്ത് ആട്ട്. നല്ല കാര്യമേ, അത് വേണോ വേണ്ടെന്നല്ല. എന്റെ മൂത്തപ്പ വരാത്തോ ഓട്ടോട്ടെ കേട്ടാൽ മേൽ ചൊന്നോ എന്തുണ്ടാ? അത് ഞങ്ങളെ ജാഗന്റെ വിഷയത്തിൽ തർക്കമുണ്ട്. അയാൾ വിളിച്ചിട്ടില്ല. അയാൾ ഞാൻ മുണ്ടൂല്ല, അയാളുണ്ടേ അങ്ങനെ വിളിക്കാത്ത. അല്ല, നിങ്ങ ഹജ്ജിക്ക് പോണ്ടല്ലോ പോവാ. ഇത് കേൾക്കണം. നിങ്ങ ഹജ്ജിക്കല്ലേ പോന്നേ? നിങ്ങ പരിശുദ്ധമായ കഅബക്കല്ലേ പോന്നേ? അല്ലാഹുവിന്റെ അതിഥിയായിട്ട് പോന്നല്ലേ? അൽ ഹജ്ജാജു വൽ അമ്മാറു വഫ്തുല്ലാഹ്. നിങ്ങ അള്ളാന്റെ വിളി കേട്ടിട്ട് പോന്ന, അള്ളാന്റെ അതിഥിയായിട്ടല്ലേ പോന്നെ? അള്ളാന്റെ ഗസ്റ്റായിട്ടല്ലേ പോന്നെ? അപ്പൊ നിങ്ങ ഇതെല്ലാം മറക്കണല്ലേ? മുന്നായത് പോയതെല്ലാം പൊറുക്കണല്ലേ? അയാൾക്ക് മാപ്പാക്കണല്ലേ എന്നയാളോട്ട് ചൊന്നിട്ടാകുമ്പോ അയാൾ ചൊന്നും ദ്രകുന്നുണ്ടാ? എന്തുസ്താദ് എബേ അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ അയാൾക്ക് പൊരുത്തപ്പെടാല്ല. സീനിയർ അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഓൻ പൊരുത്തപ്പെടുന്നില്ല. അങ്ങനത്തെ നിന്റെ പുറത്ത് ആർക്ക് പോകണം ഇവിടെ? അതെന്ത് പുറത്ത് അങ്ങനത്തത്? അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെടാല. എന്ത് ഓയന്ത്രി അല്ലാട് ചൊന്നോ കൊണ്ടോ? ഓയന്ത്രി ഒന്നോ അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. പോ പടച്ചോനെ, നക്ക് നീ എല്ലാം പൊറുക്കണം. ആർക്ക്? ഓണുകു. ഈ ഓണുകില്ലേ, ഈ നാളെ പോണ്ട ഓണുകു മൈക്കാൾ എയർപോർട്ടിൽ പോണ്ടല്ലോ. ഓണക്കല്ല എല്ലാം പൊറുക്കണമല്ല. വാഞ്ച നേരം നിസ്കാരത്തിന് തൂവായിരുന്നു. അങ്ങനെ പഠിച്ചോനെ അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു മുന്നായത്, ഒമാ അഖർതു ഞാൻ ആണ്ടത്, ഒമാ അലൻതു ഞാൻ അറിഞ്ഞത്, പിന്നെ അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു ആരും കാണാണ്ട് ഞാൻ എന്തൊന്നാക്കിയത്, ഒമാ അലൻതു ഞാൻ പരസ്യമായിട്ടൊന്നും അപ്പുറപ്പുറാക്കിയത്, പിന്നെ ഒമാ അൻത അഅലമു ബിഹി മിന്നി നന്തൊട്ട് എന്തെല്ലാം തപ്പു അത് ഇതെല്ലാം ഉണ്ടു അതെല്ലാം നീ നക്ക് പൊറുക്കണോ അല്ല. 5 നേരം നിസ്കരിച്ചിട്ട് ദ്വാരുന്നുണ്ടുള്ളൂ ഈ മനുഷ്യ. ഇപ്പറ വന്നിട്ട് ചൊന്നന്തര കൊണ്ടുണ്ടാ അവനുക്ക് അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ നാണ് ഇയാൾക്ക് പൊറുക്കാല്ലേ? ഓണുക്കെല്ലാം അല്ല പൊറുക്കണോ? ഓണുക്ക് ഒരു പസ പോലും ബാക്കിയാക്കാണ്ട് അല്ല പൂഞ്ഞിട്ട് പൊറുക്കണം. ആയെങ്കില ഈ കാട്ടകന്നാലിക്ക് ഇയാൾക്ക് പൊറുക്കം മനസ്സില്ല. ഓൻ ഹജ്ജിക്ക് പോണ്ടോ? ഓനക്ക് നല്ലത് CCക്ക് പോണ്ടത്. പൈസ മുതലാവും. മൈസൂർ പാലസ് പോയിട്ട് വടയേറെ കണ്ടിട്ട് വന്നെങ്കിൽ പിന്നെയും കൊണമേ. ഓൻ എന്ത് ഹജ്ജിക്ക് പോണു? എന്താ ഹജ്ജ്? എന്ത് ടൂറാ? അത് പ്രവാസയാ? അത് പ്രവാസതാണ് ഹജ്ജ്. എല്ലാം മറന്നിട്ട് പൊരുത്തപ്പെട്ടിട്ട് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ട് പോണ്ടതല്ലേ? ഇത് മൂത്തമ്മ വേണ്ട, മൂത്താപ്പ വേണ്ട. ഏതാണ് ഈ കുടുംബം? മദീനയിലേക്ക് മുസ്തഫായ നബി തങ്ങൾ ചൊല്ലുന്നു. മദീനയിലേക്ക് മുസ്തഫായ റസൂലുള്ളാഹി ചൊല്ലുന്നു. 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് നബി തങ്ങൾ ആദ്യമായി മദീനയിലേക്ക് ചെല്ലുന്ന സമയം, മദീന നാട് കാണുന്ന സമയം, മദീന മണ്ണ് ചവിട്ടിയ നേരം ആ നാട്ടുകാരെ ഫസ്റ്റ് കണ്ട ടൈമോളോ, ഫസ്റ്റ് കണ്ട ടൈമോളോ ആ മദീനക്കാരോടല്ല മുസ്തഫായ നബി തങ്ങൾ ചൊന്നു കൊടുത്തിട്ടുണ്ടാ അങ്ങോട്ട് പിന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത വേലേതറിയാ, അവരോട് ഉപദേശിച്ച ഉപദേശം ഏതറിയാ, മദീനക്കാർക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തറിയോ? നിങ്ങ അള്ളാനെ പേടിക്കണോ എന്നല്ല, നിങ്ങ സ്വർഗത്തിലേക്ക് പോണ്ട പണിയെടുക്കണോ എന്നല്ല, നിങ്ങ നരകത്തിനെ പേടിക്കണോ എന്നല്ല,
നിങ്ങൾ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കണോ എന്നല്ല. അതല്ല ചൊന്നുറു. പിന്നെ ഫസ്റ്റ് മദീനക്കാരെ കാണുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഫസ്റ്റത്തെ ഉപദേശം എന്തുകൊണ്ടുണ്ട? ഹബീബായ റസൂലുള്ള പറയുകയാണ്, അതേ അഫ്ഷുസലാം, നിങ്ങൾ അപ്പുറ കാണുമ്പോ സലാമു ചൊല്ലണോ. നിങ്ങൾ സലാം മറക്കു തീരാ. ജൂതന്മാർക്ക് നല്ലോണം അസൂയുള്ള ഒരു വിഷയമായിട്ടിക്കട് ഞങ്ങൾ അപ്പുറ സലാം ചൊല്ലേത്. ഇന്നൽ യഹൂദ ലാ യസ്ദു വഇന്നഹും ലാ യസ്ദൂനനാ അലാ ഷൈഇൻ കമാ യസ്ദൂന അലാ സലാമി വഅലാ ആമീൻ. ജൂതന്മാർക്ക് ഞങ്ങളോട് വല്ലാത്ത പക, ഞങ്ങളോട് വല്ലാത്ത നഞ്ചി, ഞങ്ങളെ ഉള്ളിങ്ങനെ കത്തിക്കൊണ്ടുള്ളത് ഞങ്ങൾ അപ്പുറ സലാം ചൊല്ലിന്റെ വിഷയത്തിലായിട്ടിക്കട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങക്ക് വേണമായിട്ട് സലാം കുറക്കു തീറ, സലാം ചൊല്ലാണ്ടിക്ക തീറ. നിങ്ങൾ സലാം ചൊല്ലണം. നിങ്ങൾ സലാം ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണം, ധാരാളമാക്കണം. അത് പ്രാർത്ഥനയാണ്.